ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബന്നുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ 1.5 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ്. ഇനി സവാള നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. ഇനി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുത്താണ്ട് സവാള നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുകയാണ്. സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും. ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കാട്ടോ, നിങ്ങളെ എരിവിനനുസരിച്ച്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മല്ലിപ്പൊടിയും 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് ഈ മസാലപ്പൊടികൾ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളെ പച്ചമണം മാറിയതിനു ശേഷം 2 സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ബീഫാണ്. വേവിച്ചിട്ടുള്ള ബീഫ് ഇട്ടോ. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് കൈവച്ചിട്ട് ഇന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ്. 1/2 കപ്പ് ബീഫാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയോ ചിക്കനോ ഒക്കെ ചേർക്കാട്ടോ. ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി ഞാൻ 4 ബന്ന് എടുത്തിട്ടുണ്ട്. ഓരോ ബന്നിൻ്റെയും മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. എൻ്റെ ഉള്ളിലെ കുറച്ച് ബന്നും കൂടി ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ മുഴുവൻ ബന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബന്നിൻ്റെയും ഉള്ളിലേക്ക് ഓരോ സ്പൂൺ മയോണൈസ് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുകയാണ്. മുഴുവൻ ബന്നിൻ്റെ ഉള്ളിലും മയോണൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബന്നിൻ്റെ ഉള്ളിലും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുകയാണ്. മുഴുവൻ ബന്നിൻ്റെ ഉള്ളിലും മസാല നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ്. ഏത് ചീസ് വേണമെങ്കിലും വെച്ചെടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മുഴുവൻ ബന്നിൻ്റെ മുകളിലും ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ചീസിൻ്റെ മുകളിലേക്ക് ഉണക്കമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു പാത്രത്തിൽ 1 സ്പൂൺ ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ഏതും എടുക്കാം. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബന്ന് വെച്ചതിൻ്റെ ശേഷം ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഒരുപാട് സമയം ഒന്നും മൂടി വെക്കണ്ട. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ചീസൊന്ന് ചെറുതായിട്ടൊന്ന് അലിയുന്നത് വരെ മൂടി വെച്ചാൽ മതി. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം അത് മൂടി വെക്കാൻ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള ബന്നൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.